കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കേരളത്തിലെ വളരെ ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോട്ടിക് ഹണ്ട് എന്നീ പ്രൊജക്റ്റുകൾ സംസ്ഥാനത്ത് വലിയ വിജയകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. ആദ്യഘട്ടം തൂഫാൻ സ്ട്രൈക്ക്, രണ്ടാം ഘട്ടം തൂഫാൻ വാരിയേഴ്സ്, മൂന്നാം ഘട്ടം തൂഫാൻ കെയർ എന്നിങ്ങനെയാണ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു പദ്ധതി ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നുകളെ തടയാൻ, മയക്കുമരുന്ന് ശൃംഖലകളെ തടയാനായിട്ടുള്ള ഒരു വഴിയെന്ന രീതിയിൽ തമിഴ്നാട്, കർണാടക മുഖ്യമന്ത്രിമാരുമായിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചർച്ച നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ വിജയം കണ്ടോ എന്ന വിഷയത്തിൽ നമ്മളുമായിട്ട് വിശദമായി സംസാരിക്കാൻ നിയമവിദഗ്ധൻ ഡോക്ടർ ജാക്സൺ തോട്ടുങ്കൽ, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ജാക്സൺ തോട്ടുങ്കൽ, നമുക്ക് എങ്ങനെ വിലയിരുത്താം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ? പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി കടന്നു വരുന്ന മയക്കുമരുന്ന് അല്ലെങ്കിൽ അതുപോലുള്ള ലഹരി കടത്തൊക്കെ തടയാനായിട്ടുള്ള ഒരു നീക്കം, ഈ 10 വർഷം കൊണ്ട് ഉണ്ടായിരുന്ന ഒരു വലിയൊരു കയറ്റത്തിന് ഇനി വലിയൊരു തിരിച്ചിറക്കം കേരളത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ UDF ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലെങ്കിൽ വരുമ്പോഴൊക്കെ, എസ്പെഷ്യലി നമ്മുടെ ഹോം മിനിസ്റ്റർ ശ്രീ രമേശ് ചെന്നിത്തല പുതിയ പുതിയ ഇന്റർവെൻഷൻസ് ആണ് സമൂഹത്തിന് കൊടുക്കുക. ആദ്യത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് നമ്മുടെ കുബേര കൊണ്ടുവന്നത്, കൊള്ളപ്പലിശക്കാരെ ജയിലിലടക്കുന്ന കുബേര നിയമം. അതുകൊണ്ട് പാവപ്പെട്ടവര് കുറെ പേര് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു സുവർണ തൂവൽ എന്ന് വേണേൽ പറയാം, UDF സർക്കാർ കൊണ്ടുവന്നതാണ് തൂഫാൻ. തൂഫാനുകൊണ്ട് ഇപ്പൊ ഇതേവരെ ഒരു കണക്ക് പറയുന്നത് 6700 പേര് അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. കൂടാതെ 6700 പേര് കേസ് അവർക്കെതിരെ വന്നിട്ടുണ്ട്, 6000 പേര് ജയിലിലായിട്ടുണ്ട്. കൂടാതെ 30 കോടി രൂപയോളം മയക്കുമരുന്ന് ശൃംഖലയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല. ഇത് തീർച്ചയായിട്ടും ഒരു വിൽ പവറിന്റെ ഭാഗമാണ്. നമുക്കറിയാം കഴിഞ്ഞ ഭരണകാലത്തൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. ആളുകളൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെ ലോറിയിൽ കഞ്ചാവ് കൊടുത്തുകയും ആ ലോറി പിന്നീട് വേറെ തരത്തിലേക്ക് മാറ്റുകയൊക്കെ ചെയ്ത് നമുക്കറിയാൻ പറ്റും. അപ്പൊ പാവപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെയൊക്കെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വശത്താക്കുന്ന തരത്തിലുള്ള ഈ മയക്കുമരുന്ന് വേട്ട, അത് സംഘടിപ്പിക്കാൻ ഈ സർക്കാരിന് സാധിച്ചത് നല്ലത് തന്നെയാണ്. മാത്രമല്ല ഇപ്പൊ ഒരു കൺവർജൻസും കൂടെ പോവാണ്. കഴിഞ്ഞ കാലത്തൊക്കെ ആ സർക്കാർ പറയാറുള്ളത്, ഇത്തരത്തിലുള്ള മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ പിടിച്ചാൽ ഇതിന്റെ സ്രോതസ് ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ്, അപ്പൊ ആ സ്റ്റേറ്റിൽ പോയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ ആ സമീപ സ്റ്റേറ്റുകളെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഒരു കണ്ണി പോലെ ചേർത്തിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ കർണാടകത്തിനും മുഖ്യമന്ത്രി വരുന്നുണ്ട്. അങ്ങനെ ആ സമീപ ജില്ലയിലുള്ളവരുടെ നമ്മളൊരു കൺവെർജൻസ് ഉണ്ടാക്കിയാൽ ആ ഉൽപാദന കേന്ദ്രത്തിൽ തന്നെ നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാനും പിടിക്കാനും അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനൊക്കെ സാധിക്കുന്നു. വലിയൊരു കാര്യം. ഇപ്പൊ 2ാം ഘട്ടം നല്ലോണം വിജയിച്ചു. ഇനി 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു കെയർ പൊസിഷൻ എന്നാ പറയുന്നത്. കെയർ പൊസിഷൻ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ മയക്കുമരുന്ന് ബോധവൽക്കരണ പരിപാടി ഉണ്ടായിരുന്നു. ഓരോ ജില്ലയിലും അതിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ കളക്ടർമാര് അതിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. അവിടെ കമ്മീഷണർ ആണെങ്കിൽ കമ്മീഷണർ, സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ് സൂപ്രണ്ട് ഓഫ് പോലീസ്. അവർ ചേർന്ന് സമൂഹത്തിനും കോളേജിലും വിദ്യാർത്ഥികൾക്കും ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു 38-40ഓളം സൈക്കോളജിസ്റ്റുകളുടെ ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനം തൂഫാനിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തൂഫാനിൽ ഇപ്പൊ വാരിയേഴ്സിനെ വെച്ചിട്ട് കഥയില്ല. വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് വെക്കുന്ന ആരാണ്? ഒന്നെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ ഉയർന്നവര്, അല്ലെങ്കിൽ സഭാതലത്തിൽ ഉയർന്നു നിൽക്കുന്നവര്. അവരൊന്നും ഗ്രാസ് റൂട്ട് ലെവലിൽ സ്കൂളിലേക്കോ കോളേജിലേക്കോ എത്താൻ പറ്റിയല്ല. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു ഇവിടെ. ഞാൻ ഏതാണ്ട് ഒരു 7000 പേർക്കോളം ഈ ലീഗൽ ഇതിന്റെ ഒരു നിയമവശവും ഒപ്പം ലഹരി വിരുദ്ധ സൈക്കോളജിക്കലി പരിശീലനം കൊടുത്ത ഒരാളാണ്. സെന്റ് തെരേസയിലും നമ്മുടെ ഭാരതമാതാ കോളേജിലും ഒക്കെ പല പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അവർക്കെല്ലാം കൊടുത്തായിരുന്നു. അത്തരത്തിലേക്കുള്ള ഒരു പ്രോഗ്രാം തൂഫാനിൽ കാണുന്നില്ല. അത് തൂഫാനിൽ ഇനി 3ാം ഘട്ടത്തിലെങ്കിലും സർക്കാർ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ സാധനം എത്തും. നമുക്ക് വേണ്ടതാണ്, എന്തുകൊണ്ടാണ് കോളേജിലെ കുട്ടി വീട്ടിലേക്ക് വേഗം കയറി വന്ന് വാതിലടച്ചിരിക്കുന്നത്? വൈ? അവൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? വൈ? അല്ലെങ്കിൽ അവളെന്താണ് ഒരു ഗ്ലൂമി ആയിരിക്കുന്നത്? വൈ? ഇതിനൊക്കെ ഉള്ള ഉത്തരങ്ങളായിരുന്നു നമ്മൾ ഈ സൈക്കോളജിസ്റ്റുകളുടെ ഒരു സേവനം പഞ്ചായത്തിലും ജില്ലയിലും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഫേം ഉണ്ടാക്കി വെച്ചാൽ അത് ഈ സർക്കാർ ഹോം മിനിസ്റ്റർ ചെയ്യണം. കാരണം അതുമായി ബന്ധപ്പെട്ട കുറെ അപേക്ഷകൾ
ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ടേബിൾ ഉണ്ടെന്ന് അറിയുന്നുണ്ട്. പക്ഷെ അന്നേരം അവർ പറഞ്ഞു അത് മന്ത്രിയെ കാണിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം കൊടുക്കുന്നതെല്ലാം മുഴുവൻ അവിടുത്തെ സ്റ്റാഫിനാണല്ലോ. ആ സ്റ്റാഫാണ് അത് മന്ത്രിയുടെ മുമ്പിൽ എത്തിച്ച് ഇതിന്റെ ഒരു കൺവീനിയന്റ് എന്താണ്, ഇതിനകത്തുള്ള ചാൻസസ് എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ ബോധ്യപ്പെടുത്തി ഇത്തരത്തിലുള്ള ആളുകളെയും കൂടെ അത് ഉൾപ്പെടുത്തിയാൽ മൂന്നാം ഘട്ടം കെയർ എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ കെയർ ആവും. അപ്പോ ഈ സംവിധാനം നല്ലതാണ്. ഈ സംവിധാനം കൂടുതൽ ജനകീയവൽക്കരിക്കപ്പെടണം. അതിന് വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സിനിമാ നടന്മാരെയോ പിതാക്കന്മാരെയോ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. അവർക്കൊന്നും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ പഞ്ചായത്ത് തലത്തിൽ ഓരോരോ സൈക്കോളജിസ്റ്റേയും കൂടെ പോസ്റ്റ് ചെയ്താൽ അവർക്ക് അതനുസരിച്ച് സ്കൂളിലായാലും പഞ്ചായത്തിലായാലും ഒക്കെ ചെയ്യേണ്ട പൊടിക്കൈകളുണ്ട്. കുട്ടികളെ തിരിച്ചറിയാൻ, മയക്കുമരുന്നിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, അവന്റെ മനസ്സറിയാൻ, അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ അറിയാൻ, അവന്റെ യൂസേജ് അറിയാൻ, ഇതിനൊക്കെ ഒരു പറ്റിയൊരു ഫേം കൂടി കെയറിൽ ഉണ്ടായാൽ നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു പങ്കാളിത്തം, അത് ഇതിൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നതും ഒരു സംശയമല്ലേ. നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ മദ്യത്തിനടക്കമുള്ള വിലക്കുറവുകളും ഒക്കെ, ഇപ്പം മാഹി ആണെങ്കിൽ പോലും ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു മദ്യത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് ഇപ്പോൾ കേരളത്തിലുള്ള പലരും പല സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ പല ജില്ലയിലുള്ളവരും കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്കതൊരു വലിയൊരു വരുമാന മാർഗം തന്നെയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പങ്കാളിത്തം അത് എത്രത്തോളം ഉണ്ടാകുമെന്നതും ഒരു സംശയമായിട്ട് കാണാൻ സാധിക്കത്തില്ലേ. അതുപോലെ അല്ല, അതാണ് ഞാൻ ഈ മനഃശാസ്ത്രത്തിന്റെ ബേസിൽ പറഞ്ഞത്. ഒരു ബ്രെയിൻ തൂഫാൻ കൂടെ പ്ലാൻ ചെയ്യണമെന്നാ പറഞ്ഞത്. ബ്രെയിൻ തൂഫാൻ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവണം ഒരു വ്യക്തിയുടെ. എന്ത് കൊടുങ്കാറ്റാണ്? മദ്യം കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, മയക്കുമരുന്ന് കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, മോശമായൊരു വസ്തു നമ്മുടെ വാതിക്കൽ ഒരു കടയിലുണ്ടെങ്കിൽ ആരെങ്കിലും ആ കടയിൽ കയറുമോ? കയറുകയല്ല. എന്താ കാരണം? അവന്റെ ബ്രെയിൻ അതിന് സന്നദ്ധമാണ്. ഏത്? അത് ഇല്ല, അത് മോശമാണ്, അങ്ങോട്ട് പോവരുത് എന്നുള്ള ചിന്ത അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇൻബിൽറ്റ് ആണ്, അല്ലെങ്കിൽ അത് ഇൻജക്റ്റഡ് ആണ് ഈ അവയർനെസ്സിലൂടെ. അതേപോലെ ഈ തൂഫാൻ പരിപാടിയിൽ ആളുകളുടെ മനസ്സിലേക്ക് കൊടുക്കണം, മദ്യം ഇങ്ങനെ കുഴപ്പമുണ്ട്, ലഹരി മരുന്ന് ഇങ്ങനെ കുഴപ്പമുണ്ട്, അത് കാരണം മാഹിക്ക് പോയാലും മദ്യം കഴിക്കരുത്, അല്ലെങ്കിൽ മദ്യം വാങ്ങരുത് എന്നുള്ള ചിന്ത ഉണ്ടാകണമെങ്കിൽ കെയർ എന്ന് പറയുന്ന മൂന്നാം ഘട്ടം ഈ ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു അവയർനെസ് ആവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾക്ക് ബ്രെയിനിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാവണം, ഇത് മോശമാണ് എന്നുള്ള. ആ ബോധവൽക്കരണം ഇല്ലാതെ കുടം കമിഴ്ത്തി വെള്ളമൊഴിക്കുന്ന പോലെ ആയാൽ കുടം നനയൊന്നല്ലാതെ വെള്ളം അകത്തേക്ക് പോവില്ല എന്ന് പറയുന്ന പോലെ. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ മാഹി ചെന്നാൽ ഇവന്മാര് കുപ്പി മേടിക്കും. എന്താ കാരണം? അതിന്റെ നെഗറ്റീവ് എന്താണെന്ന് അവന്റെ തലച്ചോറിലില്ല, അവന് അതിനുള്ള അവയർനെസ് ഇല്ല. ആ അവയർനെസ് കൊടുക്കാൻ തൂഫാന്റെ മൂന്നാം ഘട്ടം തയ്യാറാവണം. അപ്പൊ അതും കൂടെ ആയി. അപ്പൊ പിന്നെ ഒരു മേടിക്കത്തൂല, കൊടുക്കത്തൂല്ല. അപ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയില്ല. അതായത് ഓക്കെ, അവയർനെസ് കൊടുക്കാം, ഇപ്പം മദ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നവർക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കാം. പക്ഷേ നമ്മുടെ സർക്കാർ പോലും മദ്യത്തിന് വില കുറച്ച് കൊടുക്കാനുള്ള നയവും നീക്കങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്നതും പിന്നെ അവിടുത്തെ ഒരു യാഥാർത്ഥ്യം തന്നെയായിട്ട് നിലനിൽക്കുന്നില്ലേ? അല്ല, വേറെ കാര്യമുണ്ട്. അത് ഒരു നേരത്തെ എവിടെയോ വി.ഡി. സതീശൻ പറഞ്ഞ പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടെക്നിക്കൽ റീസൺസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ടെക്നിക്കൽ റീസൺസിനെ നമുക്ക് പുറത്ത് നിന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റൂല. അത് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവാണത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മദ്യം ഏറ്റവും വില കുറച്ച് 10 രൂപയ്ക്ക് ഒരു കുപ്പി കിട്ടട്ടെ, അത് പിന്നെ വഴിയരിയിൽ ഓരോന്ന് വിൽക്കട്ടെ, ഒരൊറ്റ മനുഷ്യൻ മേടിക്കരുതെന്നേ. ഒരു മനുഷ്യൻ പോലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ പോണമെന്ന്. അതിങ്ങനെ പോകണമെങ്കിൽ ഇവന്റെ മനസ്സിൽ ഇത് നെഗറ്റീവ് ആണെന്നുള്ളൊരു അവബോധം ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് മുട്ടുകുത്തുള്ളൂ. എങ്ങനെ? ഈ മദ്യത്തിന് വില കുറച്ച് കൊടുത്തു, ആരും മേടിക്കാനില്ല, എന്നാ പിന്നെ പൂട്ടിയേക്കാം. എത്ര കടകൾ ആരും മേടിക്കല്ലാതെ പൂട്ടുന്നുണ്ട്, അറിയില്ലേ? നമ്മളെ നോട്ട് നിരോധന സമയത്ത് പല കടകളും പൂട്ടിപ്പോയി. എന്താ കാരണം? അവര് വീണ്ടും സാധനം ഉണ്ടാക്കി, പക്ഷെ വില കൂടിപ്പോയി. വില കൂടിയപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. ആള് വാങ്ങുന്നില്ല, എത്ര കട പൂട്ടുന്നത്? അതേപോലെ ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവന്റെ മെന്റലും ബ്രെയിനിലും ഒക്കെ ആയിട്ട് ചില അവയർനെസ് കൊടുക്കൂ, അവയർനെസ്സിന് ഒരു സപ്പോർട്ടിങ് കൊടുക്കൂ. ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ പലപ്പോഴും സുഹൃത്തുക്കളെ കൂടിയൊക്കെ ബാറിലൊക്കെ പോയി എന്തെങ്കിലും കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ മദ്യം കഴിക്കാറില്ല. അവിടുന്ന് അവര് നിർബന്ധിക്കുമ്പോൾ അല്ലെ ബിരിയാണി മേടിച്ച് കഴിക്കും. അവിടെ കുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇത് ശരിയല്ല, അത് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. അങ്ങനെ കൂട്ടുകാരന്മാര് പലരും മാറി തുടങ്ങി. കാരണം അദ്ദേഹം കഴിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ കഴിക്കുന്നത്? ഞാനും പറഞ്ഞു ഇതുകൊണ്ടാ ഗുണം എന്താ ഉള്ളത്? അപ്പൊ ഗുണമില്ല എന്ന് നമ്മൾ അവരെ അവെയർ ചെയ്യിക്കുമ്പോ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ മാറും. പുകവലി മാറ്റാനുള്ള ടെക്നിക്സ് അതിനകത്തുണ്ട്. മദ്യം വേണ്ട എന്ന് പറയുന്ന ടെക്നിക്സ് ഈ മനഃശാസ്ത്ര സമീപനത്തിലുണ്ട്. അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കേണ്ടെന്നുള്ള മാനസികമായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തിക്കുന്ന ചില ടെക്നിക്സുകളുണ്ട്. ഇതെല്ലാം ജനങ്ങളിൽ എത്തണമെങ്കിൽ ഈ മൂന്നാം ഘട്ടത്തില് ആളുകൾ ഉണ്ടാവണം. അതാണ്.
വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതൊരു വലിയൊരു പോയിന്റ് തന്നെയാണ്. അതായത് സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ജനങ്ങൾ മേടിക്കാതിരിക്കാൻ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം, ജനങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പങ്കാളിത്തത്തിൽ തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇത്തരം പ്രൊജക്റ്റുകൾ വിജയകരമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഡോക്ടർ ജാക്സൺ തോട്ടുങ്കൽ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചു. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളതും. വളരെ നന്ദി സാർ. നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു അവസരം വന്നേക്കാം. കാരണം ഒരു പുതിയൊരു പ്രൊജക്റ്റ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി വെച്ചിരിക്കുകയാണ്. വളരെ ഇതുവരെ ഉള്ളതൊക്കെ വളരെ ശക്തമായിട്ട് വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നു എന്നതും വളരെ ഒരു വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ജയ്